അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മ? അത് പിന്നെ അമ്മമ്മ വന്നതേ ഒരു കല്യാണാലോചനയായിട്ടാണ്. ആഹാ, അമ്മൂമ്മ അപ്പം ഈ കള്ളത്തരം കൊണ്ടാണല്ലോ ഈ പ്രാവശ്യം വന്നത്. എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേരുടെ മാറി ഇത് സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഇത് തന്നെ ഉടായിപ്പ്. ഈ ഡിഗ്രി ഫസ്റ്റ് ഇയർ എനിക്ക് കല്യാണാലോചന കൊണ്ട് വരണം, എന്തിൻ്റെ ആവശ്യമാണ്? പഠിപ്പ് കഴിഞ്ഞിട്ട് മതി ഞാൻ അമ്മൂമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ചോദിക്കട്ടെ അമ്മൂമ്മ? കൊച്ചേ അവിടെ നിൽക്ക്, നിനക്കല്ല എനിക്കാ കല്യാണാലോചന. മോളെ നീ ഒന്നും പറഞ്ഞില്ല. അമ്മയൊന്ന് പോയമ്മേ, അമ്മയ്ക്ക് എങ്ങനെ എൻ്റെ മുഖത്തേക്ക് പറയാൻ തോന്നി? അമ്മയ്ക്ക് നാണമുണ്ട്. അമ്മ എന്ത് പ്രായമെന്നാണ് വിചാരിച്ചത്? അമ്മയ്ക്ക് കല്യാണാലോചന കാര്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാ എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം? എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നീ അറിയാതില്ലല്ലോ. എനിക്കൊരു സാധനം പോലും മേടിക്കാൻ നിൻ്റെ അഭിപ്രായം ഇല്ലാണ്ട് പറ്റില്ല. നീ സമ്മതിച്ചാലേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നുമില്ല. അമ്മ എന്തേ പറയണേ? ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ അഭിപ്രായം പറയണ പോലെയാണ് ഇത്. അല്ല, ഇത് ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യം? അമ്മയ്ക്കിത് അപ്പം തന്നെ വേണ്ടാന്ന് വയ്ക്കേണ്ട അറിയില്ലേ? അമ്മയ്ക്ക് നമ്മുടെ പ്രായം ഓർമ്മയില്ലേ? ഒരു മകളായി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ. അല്ല മോളെ, അമ്മൂമ്മ പറഞ്ഞു എത്ര കാലം നീ ഒറ്റയ്ക്ക് ജീവിക്കണേ, എത്രയാലും നിനക്കൊരു കൂട്ട് വേണ്ടെന്നൊക്കെ. അമ്മ എന്ത് വിയേർഡായിട്ടാണ് സംസാരിക്കണമെന്ന് അറിയോ അമ്മ? അമ്മ എന്തിനാണ് ഈ പ്രായത്തിൽ അമ്മയ്ക്ക് കൂട്ട്? അല്ല, അമ്മയ്ക്ക് ഞാനില്ലേ, അതുപോലെ. അപ്പം നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ? എൻ്റെ കല്യാണം കഴിഞ്ഞ ഓ, അപ്പം അമ്മയ്ക്കും താല്പര്യം ഉണ്ടല്ലേ? ഇപ്പം മനസ്സിലായി, അമ്മ സംസാരിച്ചത് എനിക്ക് മനസ്സിലായി ഇപ്പം. മോളെ അങ്ങനെയല്ല ഞാൻ. അമ്മേനെ ഒന്നും പറയാൻ നിൽക്കണ്ട അമ്മ. എനിക്ക് 3 വയസ്സുള്ള അച്ഛൻ മരിച്ചു പോയതാ. അമ്മ പറഞ്ഞു തന്ന ഓർമ്മകളും ആ ഒരു രൂപമൊക്കെയാണ് എനിക്ക് അച്ഛനെക്കുറിച്ചുള്ളൂ. ആ ഒരു ഇത് വെച്ച് തന്നെ ആ ഒരു മനുഷ്യനെ അല്ലാണ്ട് വേറൊരാളെ എനിക്ക് അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. അമ്മ ഇനിയിപ്പോൾ ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മ കല്യാണം കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ എനിക്ക് 19 വയസ്സുണ്ടമ്മേ. ഞാനൊരു പെൺകുട്ടിയല്ലേ? ഈ വരുന്ന ആൾ എങ്ങനെയുള്ള ആളാണ്? അല്ലെങ്കിൽ ഞാൻ അത്രയും ഫ്രീഡമായിട്ട് ജീവിച്ചൊരു വീടാണ്. ആ വീട്ടിൽ വേറൊരാളുകൂടെ വന്ന് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അമ്മ ചിന്തിക്കുന്നുണ്ടോ? ഇതൊന്നും അമ്മ ചിന്തിച്ചില്ലല്ലോ. മോളെ നീ എന്തിനിങ്ങനെ അനാവശ്യമായിട്ടൊക്കെ ചിന്തിക്കണേ? അങ്ങനെയൊന്നുമില്ല അമ്മ. ഞാൻ ചിന്തിക്കും, എൻ്റെ പ്രായം അതാണ്, ഇപ്പോഴത്തെ കാലം അതാണ്. അമ്മയ്ക്കതില്ല കേട്ടോ, അമ്മയ്ക്കതില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ സംസാരിക്കാൻ പോലും തോന്നില്ല. എനിക്കിതൊരു വെറുപ്പ് പോലെ തോന്നണമേ. പ്ലീസ് ഞാൻ പോട്ടെ. എന്ത് പറ്റി മോളെ? നിൻ്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണ്? അവളോട് കാര്യം പറഞ്ഞു. എന്നിട്ട് ആവശ്യത്തിൽ കൂടുതൽ അവളുടെ വായത് ഞാൻ കേട്ടു. എന്നോട് വെറുപ്പാന്ന് പറഞ്ഞു. ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കണം? എനിക്കൊന്നും വേണ്ടമ്മ. കൊച്ചിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അവളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവളുടെ ഭാഗത്ത് ശരിയുണ്ട്. എന്ന് വെച്ചാൽ നീയും അവളും മാത്രമാണ് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോകം. ആ ലോകത്തേക്ക് വേറൊരാളോട് വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് തന്നെ. നീ അവൾക്ക് സമയം കൊടുക്കണം അതിനുള്ളത്. എല്ലാം ശരിയാ, പക്ഷെ ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ അവളും ഞാനും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാണ്ടോ? അങ്ങനെയില്ല മോളെ, കുറച്ച് കഴിയുമ്പോൾ അവൾക്കെല്ലാം മനസ്സിലാവും. നിനക്കിപ്പോൾ 43 വയസ്സായിട്ടുള്ളൂ. നിൻ്റെ 27ാമത്തെ വയസ്സിൽ നീ വിധവയായതാണ്. മനോരം മരിച്ച ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ പറയണതാണ് ഇത് വേറൊരു കല്യാണം കഴിക്കും. നീ കേട്ടില്ല. ഈ 26ാമത്തെ വയസ്സ് തൊട്ട് ആ മോളെയും കൊണ്ട് നീ ഈ ഒരു ഭർത്താവില്ലാണ്ട് ഈ ലോകത്ത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അതൊക്കെ സഹിച്ചാണ് നീ ഇവിടം വരെ എത്തിയത്. ഞാൻ നിനക്ക് പണ്ടൊന്നും കൊണ്ടുവന്ന ആലോചന പോലെയല്ല ഇത്. നിനക്ക് സന്തോഷിനെ അറിയാമല്ലോ. അവനൊരു ഭാര്യ ഉണ്ടായിരുന്നു, മക്കളില്ലാത്തതാണ്. ഭാര്യ മരിച്ചു പോയിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി. അവനും ഒറ്റയ്ക്കാണ്. അപ്പോൾ അവനും ഒരു ജീവിതമാവും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൂട്ടാവും. അതിൻ്റെ ഒരു ഇതിനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പാവമാടി അവൻ. എനിക്കറിയാം അമ്മ, സന്തോഷേട്ടനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം സമ്മതിക്കാതിരുന്നിട്ടും ഇപ്പം പുള്ളി ഒരു പാവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ചെറിയ രീതിയിലെങ്കിലും ചിന്ത എൻ്റെ മനസ്സിൽ വന്നേ. അതുകൊണ്ടാണ് കൊച്ചിനോട് പറഞ്ഞേ. പക്ഷെ അവൾ സമ്മതിക്കില്ല അമ്മ. നീ കൊച്ചിൻ്റെ കാര്യം ഓർത്ത് ആവലാതിപ്പെടണ്ട. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഇന്നിപ്പോൾ അവൾ മനസ്സോടെ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. നാളെ ഒരു കാലത്ത് അവൾക്ക് മനസ്സിലാവും അവളുടെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ച് നന്നായിരുന്നു എന്ന്. അത് അവൾക്ക് ബോധ്യപ്പെടും.
എനിക്ക് സമ്മതമാണ്. അമ്മ വേറെ കല്യാണം കഴിച്ചോട്ടെ. ഞാനായിട്ടൊരു എതിർപ്പിനില്ല. എൻ്റെ കുട്ടിക്ക് മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. അമ്മ എന്തുകൊണ്ടാണെങ്കിലും ഒരു തീരുമാനം എടുത്തെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതാ വലുത്. പൂർണ്ണമായിട്ട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ കാരണം അമ്മയ്ക്കൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അതില്ലാണ്ടാക്കണം എന്തിനാ? എന്തൊക്കെയാണെന്ന് നിനക്ക് സമ്മതിക്കാൻ തോന്നിയല്ലോ, ആ മനസ്സ് തന്നെയാണ് വലുത്. പിന്നെ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞാലും അമ്മ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിന്ന് മാറാനൊന്നും പറ്റില്ല. അമ്മ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ഇവിടെ തന്നെ താമസിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ലാണ്ട് ഇവിടെ നിന്ന് മാറി ആ പുള്ളിയുടെ വീട്ടിലോട്ടൊന്നും പറ്റത്തില്ല. അതിനൊക്കെ ആണെങ്കിൽ മാത്രം. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന വീടിതാ, എനിക്കിവിടുന്ന് മാറാൻ പറ്റില്ല. അമ്മ ഇവിടെ നിൽക്കാമെന്നുള്ളൊരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കോ. അല്ലെങ്കിലും അമ്മയ്ക്ക് കല്യാണം കഴിക്കാം, ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. പക്ഷെ പിന്നെ അമ്മയുടെ ജീവിതത്തിൽ ഈ ഒരു മകളുണ്ടാവില്ല.